ചോദ്യം. ഇന്ന് പൂക്കളിടാനുള്ള പൂവും ഞാൻ നേരത്തെ ശേഖരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. രാവിലെ കുളിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ മുറ്റത്ത് പൂക്കൾ കുറവായിരുന്നു. അപ്പം നേരെ അങ്ങ് റോഡിലേക്ക് ഇറങ്ങി. അവിടെ തൻ്റെ മുമ്പേ കണ്ട വെള്ളപ്പൂവും പിന്നെ വേണ്ട ഇതിലത്തെ മഞ്ഞപ്പൂക്കൾ കുറച്ചധികമൊക്കെ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റോഡിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് വേണ്ട ഈ ചുമന്ന തെറ്റിപ്പൂവും. അതൊക്കെ ഇറുത്തെടുത്ത് ഞാൻ നേരെ വീട്ടിലേക്ക് ഇങ്ങനെ വന്നു കേട്ടോ. വീട്ടിലെത്തിയപ്പം 2 കല്യാണ സൗഗന്ധികത്തിൻ്റെ പൂ എനിക്ക് കിട്ടിയായിരുന്നേ. പിന്നെ കളവൊക്കെ ഒന്ന് വൃത്തിയാക്കി നേരെ ഞാൻ പൂവിടാനിരുന്നു. ഇന്ന് എനിക്ക് 2 മുക്കൂറ്റിയും ഒരു തുളസിക്കത്തിലും കിട്ടുന്നുണ്ട് കേട്ടോ. പണ്ട് ഞങ്ങൾ ഈ മുക്കൂറ്റി പൂവിനെ വിളിക്കുന്നത് കുഞ്ഞു കോളാമ്പി ചെടി എന്നായിരുന്നു. ഇതിൻ്റെ പൂവ് കണ്ടാലേ പണ്ട് കാലത്ത് പാട്ട് കേൾക്കുന്ന കോളാമ്പി പോലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ മുക്കൂറ്റിയും തുളസിയും വെച്ചിട്ട് ഞാൻ ചുമന്ന തെറ്റിപ്പൂവാണ് വെച്ചത് കേട്ടോ. അതിൻ്റെ പിറകെ തന്നെ ഞാൻ വേണ്ട ഈ വെള്ളപ്പൂവും വെച്ച് കേട്ടോ. ഈ പൂവിനെ നമ്മുടെ നാട്ടിൽ പറയുന്ന തീട്ടപ്പരത്തി പൂവെന്നാണ് കേട്ടോ. ഇനി ഈ പേര് പറഞ്ഞ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതിയാണ് ഞാൻ ആദ്യമേ വെള്ളപ്പൂവെന്ന് പറഞ്ഞത്. പിന്നെ ഈ മഞ്ഞപ്പൂവും ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുത്തു കേട്ടോ. നമ്മൾ ഇതിനെ പണ്ട് കമ്മൽ പൂവെന്നൊക്കെയായിരുന്നു പറയുന്നത്. പിന്നെ മനസ്സിലായി കമ്മൽ ചെടി ഇതല്ല, ഇതേപോലെ തന്നെ ഇരിക്കുന്ന വേറൊരു പൂവുള്ള ചെടിയാണ് കമ്മൽ ചെടി എന്ന്. ഇപ്പം ഞാൻ ഈ കൊണ്ടുവന്ന പൂവിൻ്റെ ചെടിയാണെങ്കിൽ നമ്മൾ റോഡ് സൈഡിലും പറമ്പിലും പാടത്തും ഒക്കെ ഇഷ്ടം പോലെ കാണുന്നുണ്ട് കേട്ടോ. ഇപ്പോഴാണ് അറിയുന്നത് ഈ ചെടി കർഷകർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ചെടിയാണെന്ന്. അങ്ങനെ ഇന്നത്തെ പൂക്കളവും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത് നിന്ന് നോക്കുമ്പോൾ വലിയൊരു പൂക്കളാണെന്നൊക്കെ തോന്നുമെങ്കിലും ഇന്നലത്തെ പോലെ തന്നെ ഇത്തിരി ദൂരമായിട്ട് മാറി നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ പൂക്കളും കുഞ്ഞൊരു പൂക്കളം തന്നെ ആയിരുന്നു കേട്ടോ.